ഹായ് ഹലോ വെൽക്കം ടു മൈ ചാനൽ. അപ്പോൾ കണ്ടപ്പോൾ തന്നെ എല്ലാവർക്കും മനസ്സിലായി കാണുമല്ലോ, വാളംപുളിയിൽ ഉപ്പുപൊടി ഇടുകയാണ് കേട്ടോ. കല്ലുപ്പ് വീട്ടിലില്ലായിരുന്നത് കൊണ്ട് മാത്രമാണ് നമ്മൾ ഉപ്പുപൊടി ഇടുന്നത്. കല്ലുപ്പുണ്ടെങ്കിൽ കല്ലുപ്പാണ് എല്ലാവരും ചേർക്കുക. ഞങ്ങളും അങ്ങനെ തന്നെയായിരുന്നു. പക്ഷേ ഇന്ന് സംഗതി ഇല്ലാത്തത് കൊണ്ട് ഉപ്പുപൊടി ചേർക്കുന്നേ ഉള്ളൂ. ഇതുപോലെ ഉപ്പുപൊടിയും പുളിയും കൂടെ നല്ലപോലെ മിക്സ് ചെയ്തിട്ട് ഭരണിയിൽ ഇട്ട് വെച്ചിരുന്നു കഴിഞ്ഞാൽ ഒരു വർഷമോ അതിൽ കൂടുതലോ ഒക്കെ ഇരുന്നോളും കേട്ടോ. നമ്മൾ കഴിഞ്ഞ ദിവസം ഒരു ഷോർട്ട് വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു പുളി പൊട്ടിക്കുന്നതിൻ്റെ. പുളി പൊട്ടിച്ചിട്ട് വെയിലത്തിട്ട് നല്ലതുപോലെ ഉണങ്ങിയിട്ട് അതിലെ കുരുവും നാരും ഒക്കെ കളഞ്ഞെടുത്ത് കേട്ടോ. അപ്പോൾ പിന്നെ ഇനി ഒരു ക്ലീനിങ്ങിൻ്റെ ഒന്നും ഒരു ആവശ്യമേ ഇല്ല, നല്ല നീറ്റാക്കി എടുത്തതാണ്. നമ്മൾ സാമ്പാറിലും ചമ്മന്തിപ്പൊടിയിലും രസത്തിലും ഒക്കെ ഇടുന്നത് ഈ പുളിയാണ് കേട്ടോ. വാളംപുളിയും തന്നെയാണോ നിങ്ങളുടെ നാട്ടിൽ പറയുക? ഞങ്ങളുടെ നാട്ടിൽ ഇങ്ങനെയാണ് കേട്ടോ പറയുക. പിന്നെ ചിലയിടങ്ങളിൽ ഞാൻ കണ്ടിട്ടുണ്ട് മീൻകറിയിൽ ഈ പുളി ഇടുന്നത്. പക്ഷേ മീൻകറിയിൽ ഞങ്ങൾ കുടംപുളിയാണ് ചേർക്കാറ് കേട്ടോ. ഈ പുളി ചില നാടുകളിലൊക്കെ ഇടും. പിന്നെ ഓരോ നാട്ടിലും ഓരോ രീതിയാണല്ലോ. പണ്ട് സമയമൊക്കെ ഉണ്ടായിരുന്നപ്പം ഞങ്ങൾ ഇത് ഈ കല്ലിലിട്ട് ചതച്ചിട്ട് ഉപ്പുകല്ലൂടെ ചേർത്ത് എണ്ണ പുരട്ടി ബോൾ പോലെ ആക്കി വെക്കുമായിരുന്നു.